നടത്തിപ്പല്ല ആ രാജ്യം. ഇപ്പോൾ ഇവിടുത്തെ സിവിൽ ലോ അനുസരിച്ച് അതുപോലത്തെ ഒരു രാജ്യമല്ല അത്. കരുണയുടെയും വാത്സല്യത്തിൻ്റെയും ക്ഷമയുടെയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു രാജ്യമാണത്. പരിശുദ്ധാത്മാവെല്ലാം ചെയ്യുന്നു അവിടെ, നമ്മളല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം, പെട്ടെന്നൊരു വചനം വരികയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 16 എന്താ പറയുന്നത്? അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. ഉണ്ടോ? ഒന്ന് പറഞ്ഞ എല്ലാവരും. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, പിന്നെ എന്താ? ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതിന് തൊട്ട് മുമ്പുണ്ട് ഇസ്ഹാക്ക് നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്ക് 9:10 ഇസ്ഹാക്ക് എന്ന ഒരേ ആളിൽ നിന്ന് റെബേക്കയ്ക്ക് കുട്ടികളെ ഗർഭം ധരിച്ചു. എന്നാൽ അവർ അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്വഭാവം എന്തായിരുന്നു? മനസ്സിലായോ? ഇത് അവരുടെ പ്രവൃത്തിയാണോ? അവർ ജനിച്ച് പുറത്തു വന്നിട്ടില്ല. അവരകത്ത് കിടന്ന് എന്താ ചെയ്യണേ? അകത്ത് കിടന്ന് ഗുസ്തി പിടിക്കണം. ഇത് അവരുടെ കുറ്റമാണോ? പറയും. നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിവുണ്ടായി: ജ്യേഷ്ഠൻ അനുജൻ്റെ സേവകനായിരിക്കും. അതാണ് ഇത്. പിന്നീട് സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാം. അപ്പം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ദൈവരാജ്യം. പരിശുദ്ധാത്മാവിൽ നമ്മളെ നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മൾക്കെല്ലാം നൽകുന്നു. എന്തായിരിക്കും നൽകുക? അതാണ്. ചിലപ്പോൾ അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇനി 3-ാമത്തെ പോയിന്റ് എന്താ? അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. അപ്പോൾ സ്വർഗത്തിൽ എങ്ങനെയാണ് ഹിതം? സ്വർഗത്തിൽ എല്ലാവരും ദൈവപിതാവുമായിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്തിരിക്കുകയാണ്, ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറൊന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. സകല മാലാഖമാരും വിശുദ്ധരും ദൈവത്തിൻ്റെ ഹിതം മാത്രം. അങ്ങനത്തെ ഒരവസ്ഥ, ആ ദൈവഹിതം മാത്രം ചെയ്യുന്ന ഒരവസ്ഥ ഭൂമിയിലാകുമ്പോൾ ഭൂമി എന്തായി മാറും? ഭൂമി സ്വർഗമാകും. അപ്പം അത് എവിടെ തുടങ്ങണം? നമ്മൾ ഓരോരുത്തരിലും തുടങ്ങണം. ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ വീര്യം ഉണ്ടാകേണ്ടത്. വീര്യം എന്ന് പറഞ്ഞാൽ വീര്യമില്ലാത്ത അവസ്ഥ എന്താ? വീര്യമില്ലാത്ത അവസ്ഥ. ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ എന്തായാലും ഫോറിനിൽ പോകാൻ തീരുമാനിച്ചു, അതുകൊണ്ട് കർത്താവേ അതെനിക്ക് തരണേ. ഇപ്പോൾ ആരാ തീരുമാനിച്ചത്? ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് അത് നടപ്പാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നടപ്പാകണില്ല. പിന്നെ കുറേ നൊവേന ചൊല്ലി, കുറേ പരിഹാരം ചെയ്ത്, മുട്ടുമ്പോൾ നീന്തി, കല്ലുമ്പോൾ മുട്ടുകുത്തി, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ കർത്താവ് എന്തെങ്കിലും ആവട്ടെ, അവൻ ചോദിച്ചത് കൊടുക്കുക. പക്ഷേ അതാണോ ദൈവഹിതം? ഇത്രയും പ്രവാചകനായിരുന്ന യോനായ്ക്ക്, ദൈവസ്വരം ശ്രമിക്കുന്ന യോനായോട്, എല്ലാം അറിയുന്ന യോനായോട് കർത്താവ് പറഞ്ഞു, നീ നിനിവേക്ക് പോകണം. നിനിവേക്കോ? നിനിവേക്ക് അല്ല, ഞാൻ പ്രവാചക ദൗത്യം താർശീശിൽ ചെയ്തോളാം. എന്നിട്ട് ഓടിപ്പോയി താർശീശിലേക്കുള്ള ബോട്ടിൽ കയറി ഒളിച്ചിരുന്നു. എന്തോ ഒരു പ്രവാചകനാണ് ഇയാൾ. അപ്പോൾ ഇവൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? പ്രവാചകനാണ്. ഒരു പ്രവാചകനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഉരുവാക്കി ഇതിനു വേണ്ടി ട്രെയിനിങ് കൊടുത്ത് അവസാനം സമയം വന്നപ്പോൾ അവൻ ഓടി അവിടെ നിന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കപ്പൽ വിട്ട ഉടനെ കർത്താവ് ഒരു കൊടുങ്കാറ്റയച്ചു കടലിലേക്ക്. കടൽ പ്രശ്നത്തിലായി, കപ്പൽ പ്രശ്നത്തിലായി, കപ്പലിലെ എല്ലാ യാത്രക്കാരും പ്രശ്നത്തിലായി, കപ്പലിലെ ചരക്ക് മുഴുവനും വലിച്ചെറിഞ്ഞു. എല്ലാം എന്തുകൊണ്ട്?
ഈ ഒരാൾ ദൈവഹിതം അനുസരിക്കാത്തതുകൊണ്ട്. ഇപ്പം എവിടെ കരുണയുള്ള കർത്താവാണോ? കരുണയുണ്ട്. കരുണ ആർക്ക് വേണ്ടിയാ? നിനവേവാസികൾക്ക് വേണ്ടിയുള്ള കരുണ കൊണ്ട് കർത്താവ് ജ്വലിക്കുന്നു. അവർ നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരു പ്രവാചകനെ അയക്കാൻ ചെന്നപ്പോൾ ആ പ്രവാചകനെ അങ്ങോട്ട് പോയി നോക്കി. ഈശോ പറഞ്ഞു, ഈ യോനായുടെ അടയാളമല്ലാതെ ഞാൻ തരില്ല എന്ന് പറഞ്ഞത് ഇതും ഒരു കാര്യമുണ്ട്. എല്ലാവരും വലിയ എഞ്ചിനീയറും ഡോക്ടറും ബിസിനസ്സുകാരുമായി. സുവിശേഷ വേലയ്ക്ക് ആളില്ല. ഇതാണോ കർത്താവ് ആഗ്രഹിച്ചത്? എല്ലാവരും സുവിശേഷ വേലയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് മാമോദീസായിലൂടെ. എന്നിട്ട് എല്ലാവരും എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? താർശീശിലേക്ക്. ഇപ്പം മനസ്സിലായ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ? നമ്മൾ വിളിക്കുന്ന വിളി മനസ്സിലാകുന്നില്ല. അവരവരുടെ ഇഷ്ടപ്രകാരം ആട് വഴിതെറ്റിപ്പോയ മാതിരി പോകുന്നു. അവസാനം യോനായ്ക്ക് ഒരു ധൈര്യം കിട്ടി. യോന അവസാനം അവർ നറുക്കിട്ടപ്പോൾ യോന പറഞ്ഞു, അതാണ് വലിയൊരു പോയിന്റ്. യോന എന്ത് പറഞ്ഞു? എന്നെ കടലിലേക്ക് വലിച്ചെറിയുവിൻ. അതായത് ഞാൻ ദൈവഹിതം നിവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് തന്നെ പ്രാർത്ഥിക്കണം. താർശീശിലേക്കുള്ള കപ്പലിലാണോ പോകുന്നതെങ്കിൽ എന്ത് പറയണം? എന്നെ കടലിലേക്ക് വലിച്ചെറിയും. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവം എന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചതെങ്കിൽ ദൈവമെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ഹിതം മനസ്സിലാക്കി അതിലൂടെ അങ്ങ് പോയാൽ മതി, എല്ലാം ഭംഗിയായി പോകും. അപ്പോൾ ഈ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹിതമനുസരിച്ച് പല പദ്ധതിയും ചെയ്തിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു 100 സർവീസിനായി പിതാവ് ചെല്ലും, അല്ലെങ്കിൽ 33 വിശ്വാസ പ്രമാണിച്ചിട്ട് നടക്കുമായിരിക്കും. പക്ഷേ ദൈവഹിതമല്ല അത്. ഇത്ര കഷ്ടപ്പെട്ട ഒരു കാര്യമില്ല. നമ്മുടെ ഹിതം വിട്ടുകളയുക. ആ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ, കർത്താവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. ഭയങ്കര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. വലിയ അത്ഭുതങ്ങൾ നടക്കും. വലിയ സമാധാനം ഒഴുകും. നമ്മുടെ ബുദ്ധിയിലും ബോധ്യത്തിലും ചിന്തിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് അവിടെ വരും. നമ്മൾക്കുള്ള തടസ്സം എന്ന് പറയാമെങ്കിൽ എന്താ തടസ്സം? നമ്മുടെ മനുഷ്യബുദ്ധിയിൽ രൂപം കൊണ്ട ചില ബോധ്യങ്ങൾ. ഇപ്പോൾ ചിലർ അമേരിക്കയിൽ ഒരിക്കൽ പോയപ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒരാൾ പറയുന്നു, ഇവിടെ ഒരു നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര ഒരു സാഡ് ന്യൂസാണ്. 3 ആത്മഹത്യകൾ ഒരാഴ്ചകത്ത് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി. ഒരു ചെറിയ സ്ഥലത്ത് എല്ലാവരും അതുകൊണ്ട് ഭയങ്കര പ്രയാസത്തിലാണ്. ബ്രദറൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അതിന് കാരണം? ഒരാളുടെ കാരണം ഇതാണ്, അവൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിക്കണത് അവൻ ഡോക്ടറാകണമെന്ന്. എന്തുകൊണ്ടാണ്? അവരുടെ ആങ്ങളുടെയും പെങ്ങളുടെയൊക്കെ മക്കൾ ഡോക്ടർമാർ, അതേമാതിരി നമ്മുടെ മോനാകണം. ഇതൊക്കെയാണ് നമ്മുടെ ചില തത്വങ്ങൾ. അവനത് ആകാൻ പറ്റണില്ല, അവനത് പഠിക്കാൻ പറ്റണില്ല. അവൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവനെ വേറെ എന്തോ ഒരു കോഴ്സിന് കൊണ്ടുപോയി ചേർത്തു. അതും അവന് പറ്റുന്നില്ല. അതിൽ തിരിച്ചു വന്നിട്ട് അവൻ നേരെ പോയി ആത്മഹത്യ ചെയ്തു. നോക്കിയപ്പോൾ അപ്പോൾ മാതാപിതാക്കൾ പ്രഷർ കൊടുക്കുന്നത് ദൈവഹിതമനുസരിച്ച് നോക്കിയിട്ടാണോ? അപ്പോൾ ദൈവഹിതം, നമ്മുടെ മക്കൾ എന്ത് പഠിക്കണം, എന്ത് വളരണം, എന്താകണം എന്നത് അവനങ്ങനെ ചെയ്ത്, അതുകൊണ്ട് ഇവനിങ്ങനെ പഠിക്കും. ഇതിന് ഇത്ര മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇതിനിങ്ങനെ പഠിക്കും. ഇത് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, അതുകൊണ്ട് അത് പഠിക്കും. ഇങ്ങനെ ഒരു കാരിയർ ബിൽഡിങ്ങിലാണ് നമ്മളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ദൈവഹിതമല്ലാതെ. അപ്പോൾ നമ്മൾ ഈ 3ാമത്തെ
പോയിൻ്റാണ് നമ്മുടെ നാട്ടിൽ പ്രശ്നം മുഴുവൻ. നമ്മൾ നമ്മുടെ സ്വന്തം ഹിതമനുസരിച്ച് തീരുമാനിച്ചിട്ട് പോയി പ്രാർത്ഥിക്കുന്നു. അത് മാറ്റണം. അപ്പോൾ 4 പോയിൻ്റ് കഴിഞ്ഞു. ഇനി 5ഉം 6ഉം 7ഉം വളരെ എളുപ്പം മനസ്സിലാവും. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, അന്നു വേണ്ട ആഹാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവ് ദൈവഹിതം കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും നിറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ക്ഷമിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യം, അന്ന് വരെ പഴയ നിയമത്തിൽ ആർക്കും ക്ഷമിക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. എന്നാൽ ഇവിടെ എല്ലാവർക്കും ക്ഷമിക്കാൻ അധികാരം. നിങ്ങൾ ക്ഷമിച്ചോ, നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ നിങ്ങളോട് ക്ഷമിക്കപ്പെടും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മനസ്സിലാക്കണം, വലിയൊരു പ്രിവിലേജായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അങ്ങ് ക്ഷമിക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ പാപം ഉണ്ടാകുന്നത്? നമ്മുടെ ബലഹീനതകളും ആ ബലഹീനതകളിൽ അകപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഇനി പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുണ്ടായാലും അതിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷിക്കണേ. ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പോൾ 12 വയസ്സായ അവരുടെ മകൻ പെട്ടെന്ന് ഓടി വീട്ടിൻ്റെ അകത്തേക്ക് പോയി കട്ടിലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുക. ഞാൻ ചോദിച്ചാൽ അതെന്താ? അതങ്ങനെയാണ് ബ്രദറെ, അവൻ ആര് വന്നാലും പേടിയാണ്. ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഉടനെ അവൻ പോയി കട്ടിലിൻ്റെ അടിയിൽ പോയിരിക്കും. ഞാൻ പറഞ്ഞു, അത് ശരിയല്ല, അതങ്ങനെ നമുക്കൊരു പണിയാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ മാറുമോ? പിന്നെ ഒരു സ്പിരിറ്റാണത്, ഒരു ചെറിയ അശുദ്ധാരൂപിയുടെ പ്രവർത്തന. നമ്മൾ വലുതായിട്ടൊന്നും പ്രാർത്ഥിക്കണ്ട. സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന എന്താ? തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ. തിന്മയുടെ ശക്തികൾ നമ്മളുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ അതിപ്പം മാറും. ഞാൻ സാവധാനമാണ് സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി ഈ ഓരോ സ്റ്റെപ്പുകളും മനസ്സിരുത്തി ചൊല്ലി അവസാനം സകല തിന്മകളിൽ നിന്ന് ഡെലിവറസ് ഫ്രം ഓൾ ഈവിൾ എന്നാണ് ഇംഗ്ലീഷിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത്. ഡെലിവറസ്, ഈ മകനിൽ ഉള്ള ആ ഭയത്തിൻ്റെ അരൂപിയിൽ നിന്നും അവനെ വിടണേ എന്നുള്ള മാതിരി പ്രാർത്ഥിച്ച്, പ്രാർത്ഥന കഴിഞ്ഞ് ഓട്ടനെ അവൻ ഓടി വന്നിരിക്കുന്നു. അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഈ പ്രാർത്ഥന അർത്ഥവത്തായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സകല കാര്യങ്ങൾക്കും മനോഹരമായിരിക്കും. നമുക്ക് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഓ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ആ വാത്സല്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങയുടെ പരിശുദ്ധി, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങയുടെ നാമം പൂജിതമാകണം. അങ്ങയുടെ രാജ്യം വരണമേ. ആ സ്നേഹം, സമാധാനം, പരിശുദ്ധാത്മാവ് നയിക്കുന്ന രാജ്യം, നിയമവും ചട്ടങ്ങളും നയിക്കുന്ന രാജ്യമല്ല, പരിശുദ്ധാത്മാവ് നയിക്കുന്ന രാജ്യം. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, എന്നിലാകണേ. എൻ്റെ ഹിതമല്ല, എൻ്റെ ഹിതമല്ലേ അല്ല, അങ്ങയുടെ ഹിതം മാത്രം. അന്നു വേണ്ട ആഹാരം എനിക്ക് ഇന്ന് നൽകണേ. ഓ അങ്ങയുടെ ആ സമാധാനം, സൗമ്യത, വാത്സല്യം, സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, ജ്ഞാനം, അറിവ്, വിവേകം, വിശ്വാസം, ദൈവഭയം, ഇതെല്ലാം എനിക്ക് നൽകണേ. സർവോപരി ദിവ്യകൂദാശകൾ നൽകണേ. വിശുദ്ധ കുർബാന, ജീവൻ്റെ അപ്പം, വചനം, അത് കിട്ടിയാൽ ഞാൻ നിത്യതയിലേക്ക് പ്രവേശിക്കും. അന്നന്ന് എന്നോട് ക്ഷമിക്കുന്നവരോട്, ഞങ്ങളോട് ക്ഷമിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തിന്മ ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ
എല്ലാവരോടും ക്ഷമിക്കുന്നു. നമ്മളോട് തിന്മ ചെയ്തവരോട് നമ്മൾക്ക് ക്ഷമിക്കാം. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാം. നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, അവരോടങ്ങ് ക്ഷമിക്കുക. ആ ദൈവത്തിൻ്റെ ക്ഷമ അപ്പോൾ നമുക്ക് കിട്ടും. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങളുടെ പ്രലോഭനം എന്തെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, അതിൽ വീഴുപോകാതെ അങ്ങ് ഞങ്ങളെ പിടിച്ച് സംരക്ഷിക്കണേ. സകല തിന്മകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മൗനമായിട്ട് തന്നെ ആയിരിക്കുക. ശാന്തമായി കാപ്പി കുടിക്കാൻ പോയി 9 മണിക്ക് നമുക്ക് എല്ലാവർക്കും മടങ്ങിയെത്താം. 9 മണിക്ക്.